ആറളം പുനരധിവാസ മേഖലയിലെ വിവിധ ബ്ലോക്കുകളിലെ താമസക്കാർക്ക് തങ്ങളുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിനെ സമീപിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എടൂരിലെത്തണം. എടൂരിലാണ് ആറളം വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. യാത്രയ്ക്ക് വൻതുക ഓട്ടോറിക്ഷയ്ക്കുൾപ്പെടെ നൽകണം. വിയറ്റ്നാമിൽ നിന്നടക്കമുള്ളവർ അനുഭവിക്കുന്നത് വലിയ പ്രയാസം. പ്രകൃതി ദുരന്തങ്ങളും വന്യമൃഗാക്രമണങ്ങളും പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് യഥാസമയം എത്തിച്ചേരാനും ബുദ്ധിമുട്ടാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി പി റഷീദ് പറഞ്ഞു. ആറളം വില്ലേജ് ഓഫീസ് വിഭജിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഈ പ്രദേശത്തുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആറളത്തെ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു വില്ലേജാണ്. ആറളം ഫാമിലെ നിരവധിയായ കുടുംബങ്ങൾ ബ്ലോക്ക് 7, ബ്ലോക്ക് 10 തുടങ്ങി വിയറ്റ്നാം മുതൽ ചതുരൂർ 110 ഉൾപ്പെടെയുള്ള വലിയ ഒരു പ്രദേശത്തെ ജനങ്ങൾ ഈ വില്ലേജിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ആറളം ഫാമിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാതി സർട്ടിഫിക്കറ്റ് അതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് നിരന്തരം വില്ലേജിലേക്ക് പോകേണ്ട ആവശ്യമാണ്. പലർക്കും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 2 സാക്ഷികളെ കൂട്ടി വില്ലേജ് ഓഫീസിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ആനയുടെ ശല്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയത്ത് മാത്രമാണ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കുന്നത്. അപ്പോൾ വളരെ ദൂരമാണ്. ബ്ലോക്ക് 10 നിന്ന് എടൂരിലേക്കുള്ള ദൂരം ഏകദേശം 10 കിലോമീറ്ററിന് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിനൊരു പരിഹാരം കാണണമെങ്കിൽ ഈ ആറളം വില്ലേജ് വിഭജിച്ചുകൊണ്ട് കീഴ്പള്ളി ആസ്ഥാനമായി ആറളം ഫാം നിവാസികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വില്ലേജ് വിഭജിക്കുക എന്നതാണ് പരിഹാരമാർഗം. ഇതിൻ്റെ നടപടി കഴിഞ്ഞ സർക്കാർ ഇവിടെ വന്ന് സർവേ നടത്തി ഇവിടെ വളരെ അത്യന്താപേക്ഷിതമാണെന്ന് റിപ്പോർട്ട് പോവുകയും അതിന് വേണ്ട നടപടികൾ എന്ന നിലയിൽ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും വാർഡ് വിഭജനത്തിൻ്റെ രൂപരേഖയൊക്കെ തയ്യാറായെങ്കിലും അതിൻ്റെ നടപടി പൂർത്തിയായില്ല. വില്ലേജ് പ്രായോഗികമായി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായി ഈ വില്ലേജ് വിഭജനം എന്നത് എത്രയും വേഗം നടപ്പിലാക്കണം. വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി ഭാരം തന്നെ ഒരു വില്ലേജ് ഓഫീസർക്ക് ചെയ്യാവുന്നതിലപ്പുറത്തേക്കാണ്. കാരണം ഏത് പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്ന സമയത്തൊക്കെ വില്ലേജ് ഓഫീസർ അവരെ കൂടെ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ട് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ദുരിതം വില്ലേജ് ഓഫീസർക്ക് ഉൾപ്പെടെയുണ്ട്. അതേപോലെ വില്ലേജിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. അതുകൊണ്ട് അവരുടെ ജോലി ഭാരം കുറച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ജനങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനപ്രദമാവുകയുള്ളൂ. ജനങ്ങളുടെ ഈ ഒരു ദുരിതത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി എത്രയും വേഗം ഈ വില്ലേജ് വിഭജിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് അവരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്ന് ആണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീഴ്പള്ളി യൂണിറ്റിന് ആവശ്യപ്പെടാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് ആറളം വില്ലേജ് പരിധി വിഭജിച്ച് കീഴ്പള്ളി കേന്ദ്രമാക്കി വില്ലേജ് ഓഫീസ് വേണമെന്ന ആവശ്യം വർഷങ്ങൾക്ക് മുൻപേ ഉയർന്നത്. ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയത്നങ്ങളുടെ ഭാഗമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ വികസന സമിതി രൂപീകരിച്ചു. കീഴ്പള്ളി വില്ലേജിനായി കഴിഞ്ഞ സർക്കാരിൽ റവന്യൂ മന്ത്രിയായിരുന്ന കെ രാജനെ സമീപിച്ചു. വികസന സമിതി എന്ന നിലയിലും CPI നേതൃത്വം തനതായും കെ രാജനെ കീഴ്പള്ളി വില്ലേജിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കെട്ടിടത്തിനായി സ്ഥലവും കണ്ടെത്തി. നടപടിക്രമങ്ങൾ ഫയലിലായെങ്കിലും പിന്നീട് നീണ്ടുപോവുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുമെന്ന് ആറളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിമ്മി അന്തിനാട്ട് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വില്ലേജുകളിൽ ഒന്നാണ് ആറളം വില്ലേജ് എന്ന് പറയുന്നത്. ആറളം വില്ലേജ് വിഭജിക്കണമെന്നും കീഴ്പള്ളി ആസ്ഥാനമായി മറ്റൊരു വില്ലേജ് രൂപീകരിക്കണമെന്നുമുള്ള ആവശ്യം വർഷങ്ങളായി എല്ലാ വിഭാഗം ആളുകളും ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, ആറളം ഫാം പട്ടികവർഗ പുനരധിവാസ മേഖല കൂടി വരുമ്പോൾ നിരവധി ആദിവാസി കുടുംബങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടൂര് ഉള്ള ആറളം വില്ലേജ് ഓഫീസിൽ എത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏറെ പ്രയാസം ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. വലിയ തിരക്കുകൾ കാരണം ഓഫീസിലെ ചുരുങ്ങിയ ജീവനക്കാർക്ക് യഥാസമയം ജനങ്ങൾക്ക് ബന്ധപ്പെട്ട സേവനങ്ങൾ നടത്തിക്കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിന് പുതിയ ഗവൺമെൻറ് അധികാരമേൽക്കുമ്പോൾ ഏറെ പ്രസക്തി വർദ്ധിക്കുകയാണ്. കീഴ്പള്ളി ആസ്ഥാനമായി ഒരു വില്ലേജ് രൂപീകരിക്കുന്നതിനുള്ള പ്രാഥമികമായ അപേക്ഷയും അതിനാവശ്യമായ അനുബന്ധ രേഖകളുമൊക്കെ അതിൻ്റെ പ്രാഥമിക പഠനങ്ങളും റിപ്പോർട്ടുകളും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം, ആ ജനങ്ങളുടെ ആഗ്രഹം, നാടിൻ്റെ വികസനത്തിന് ഏറെ വേഗത നൽകുന്ന ഈ ഒരു വില്ലേജ് ആസ്ഥാനം ആറളം വില്ലേജ് വിഭജിച്ചുകൊണ്ട് കീഴ്പള്ളി ആസ്ഥാനമായി രൂപീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം.
കീഴ്പള്ളി കേന്ദ്രമായി വില്ലേജ് ഓഫീസ് ഉടൻ പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യത്തിന് ശക്തിയേറുകയാണ്. ഏജന്റ് ന്യൂസ്.